രാജ്യത്തെ പ്രധാനപ്പെട്ട രേഖകളിൽ ഒന്നാണ് ആധാർ കാർഡ്. ആധാർ കാർഡ് സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യാനുള്ള അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജൂൺ 14 വരെയാണ് ആധാർ കാർഡ് സൗജന്യമായി പുതുക്കാൻ സാധിക്കുകയുള്ളൂ. ആധാർ കാർഡ് കൈവശമുള്ള വ്യക്തികൾ ആധാർ എൻറോൾമെന്റ് തീയതി മുതൽ ഓരോ 10 വർഷത്തിലും അവരുടെ ഐഡന്റിറ്റിയും വിലാസവും അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. ജൂൺ 14 ശേഷമാണ് അപ്ഡേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതിന് ഫീസ് ഈടാക്കുന്നതാണ്. മൈ ആധാർ പോർട്ടൽ വഴി ആധാർ ഓൺലൈനായി സൗജന്യമായി തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. ജൂൺ 14 വരെയാണ് ഇതിനായിട്ടുള്ള അവസരം. ഈ തീയതിക്ക് ശേഷം ആധാർ കാർഡിലുള്ള ഐഡന്റിറ്റിയും മേൽവിലാസവും അപ്ഡേറ്റ് ചെയ്യുന്നതിന് ഫീസ് ഈടാക്കുന്നതാണ്. ആധാർ കേന്ദ്രത്തിൽ പോയി അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ 50 രൂപയാണ് ഫീസ് ഈടാക്കുന്നത്. ജൂൺ 14 ശേഷം മൈ ആധാർ പോർട്ടൽ വഴി ആധാർ രേഖകൾ ഓൺലൈനായി അപ്ഡേറ്റ് ചെയ്യുന്നതിന് 25 രൂപ ഫീസ് ഈടാക്കും. വിലാസം, പേര്, മൊബൈൽ നമ്പർ എന്നിവ മാറിയിട്ടുണ്ടെങ്കിൽ ആധാർ കാർഡ് പുതുക്കേണ്ടതാണ്. ഫോട്ടോയും കൈവിരൽ അടയാളവും കൃഷ്ണമണി തുടങ്ങിയ ബയോമെട്രിക് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് 100 രൂപയാണ് ഈടാക്കുന്നത്. 10 വർഷത്തിൽ ഒരിക്കലെങ്കിലും ആധാർ കാർഡ് പുതുക്കേണ്ടത് അനിവാര്യമാണ്. ആധാർ മുഖേനയാണ് സർക്കാരിന്റെ പല സേവനങ്ങളും ജനങ്ങൾക്ക് ലഭിക്കുന്നത്. അതിനാൽ ആധാർ കാർഡുകൾ കൃത്യമായി പുതുക്കേണ്ടത് ആവശ്യമായ ഒന്നു തന്നെയാണ്. സർക്കാർ സേവനങ്ങൾ, ബാങ്കിംഗ് സൗകര്യങ്ങൾ, മറ്റ് ആധാർ ലിങ്കിംഗ് സേവനങ്ങൾ എന്നിവ സുഗമമായി ലഭിക്കുന്നതിന് വേണ്ടിയാണ് ആധാർ വിവരങ്ങൾ കൃത്യമായി തന്നെ പുതുക്കേണ്ടത്. പേര്, കൃഷ്ണമണി, വിരലടയാളങ്ങൾ, മുഖചിത്രങ്ങൾ എന്നിവ പോലുള്ള അപ്ഡേറ്റുകൾ ആധാർ എൻറോൾമെന്റ് സെന്ററിലോ ആധാർ സേവാ കേന്ദ്രത്തിലോ ഓഫ്ലൈനായി ചെയ്യാൻ സാധിക്കുന്നതാണ്. അവിടെ നേരിട്ട് ചെന്നു കഴിഞ്ഞാൽ ഇവ കൃത്യമായി തന്നെ ചെയ്തു തരുന്നതാണ്. തിരിച്ചറിയൽ രേഖയും വിലാസരേഖയും ഓൺലൈനായി പുതുക്കാൻ സാധിക്കുന്നതുമാണ്.